വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ അതായത് വാർഷിക പരീക്ഷ 2024-25 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി 1, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കൂ, എ ചൈൽഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ ദ ടോപ്പിക് പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈ ഏരിയ. എന്താണ്? ഒരു കുട്ടിയുടെ റിസർച്ച് പ്രോജക്റ്റിന്റെ ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്? പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈ ഏരിയ, എൻ്റെ ഏരിയയിലെ മലിനീകരണ പ്രശ്നങ്ങൾ. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ പൊല്യൂഷൻ ഓഫ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. എന്താണ് നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? പൊല്യൂഷൻ ഓഫ് സോയിൽ, മണ്ണിലും മലിനീകരണങ്ങളും, പിന്നെ വാട്ടറിനും എയറിനും ഉണ്ടാവുന്ന പൊല്യൂഷൻസും കൂടി നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ അതും കൂടെ ബേസ് ചെയ്തിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ. റൈറ്റ് വൺ ക്വസ്റ്റ്യൻ ദ ചൈൽഡ് വുഡ് ആസ്ക് ടു പ്രിപ്പയർ ദിസ് പ്രോജക്ട് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഹൗസ് വിസിറ്റ് റിലേറ്റഡ് ടു ഈച്ച് ഏരിയ. അപ്പോൾ ഓരോ ഏരിയയിലും ഹൗസ് വിസിറ്റ് നടത്തുന്ന സമയത്ത് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് നിങ്ങൾ CF ലാമ്പുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ, ടെലിവിഷൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മണ്ണിലേക്ക് വലിച്ചെറിയുന്നുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെയോ അതുപോലെ നമ്മൾ വാട്ടർ സോഴ്സിലേക്ക്, അതായത് റിവർ അല്ലേ, പോണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എന്താണ് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ അതല്ലാണ്ട് നമ്മുടെ വേസ്റ്റ് വാട്ടറുകൾ, അതുപോലെ കെമിക്കൽ സബ്സ്റ്റൻസ്, ഇതൊക്കെ മണ്ണിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വേസ്റ്റ് കത്തിക്കുന്നുണ്ടോ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കത്തിക്കുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ റൈറ്റ് ടു ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ചേഞ്ച് ടു മേക്ക് അവർ സ്കൂൾ എ വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ. നമ്മുടെ സ്കൂൾ ഒരു വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന 2 ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഒരുപാട് വേസ്റ്റ് വരും അല്ലേ? അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്കൂളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരണം. ഇനി പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ചെയ്യണം. പിന്നെ എന്താണ്, നമുക്കൊരു ഗ്രീൻ ഗാർഡൻ അല്ലേ, ഗ്രീൻ ഗാർഡൻ, അതായത് നമ്മൾ ഈ വേസ്റ്റൊക്കെ നമുക്ക് ഈ ഗാർഡനിൽ കൊണ്ടുവിട്ട് നല്ല അല്ലേ ജൈവ മാലിന്യങ്ങൾ മാത്രം ഇട്ടിട്ട് ഒരു ഗാർഡൻ ഉണ്ടാക്കി അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. റൈറ്റ് ടു സർവീസസ് ഡൺ ബൈ ഹരിത കർമ്മസേന. ഹരിത കർമ്മസേന ചെയ്യുന്ന 2 സർവീസുകൾ എഴുതാനാണ്. എന്തൊക്കെ സർവീസാണ് ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അതിൻ്റെ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്യും? സംസ്കരിക്കുന്ന കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ എത്തിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അവർ ഇത് ചെയ്യും. പിന്നെ അതൊരു കറക്റ്റ് ടൈമിലാണ് അവർ ശേഖരിക്കുക അല്ലേ? അത് വാങ്ങിച്ചിട്ട് അത് കറക്റ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, പ്രോസസ്സിംഗ്, റീസൈക്ലിംഗ് ഓർ ഡിസ്പോസൽ, പിന്നെ ഡിസ്പോസൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ? കളക്ഷൻ ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും, പ്രോസസ്സിംഗ് ചെയ്യും, റീസൈക്ലിംഗ്, ഡിസ്പോസൽ ചെയ്യും, ആൻഡ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മെറ്റീരിയൽ. ഇതൊക്കെയാണ് അവരുടെ ഹരിത കർമ്മസേന ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത്. 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം. എക്സാമിൻ ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ എ സ്റ്റുഡൻറ്റ് ഹു റെക്കോർഡ് ദ റിസൾട്ട് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഒരു സ്റ്റുഡൻറ്റ് ചെയ്തത്. ഇപ്പോൾ ക്ലാസ് 1 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെൻ ഹണി വാസ് പവേർഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡിസോൾവ് ഇൻ ദ വാട്ടർ. വാട്ടറിലേക്ക് ഹണി ഇട്ടപ്പോൾ എന്ത് ചെയ്തു? അത് വാട്ടറിൽ ഡിസോൾവ് ആയി. 2ാമത്തെ എക്സ്പെരിമെൻറ്റ് വെൻ പീസ് ഓഫ് കോട്ടൺ ക്ലോത്ത് വാസ് ഡിപ്ഡ് ഇൻ ഹണി ആൻഡ് ബേർഡ് ഇറ്റ് പ്രൊഡ്യൂസ് എ ക്രാക്കിംഗ് സൗണ്ട്. തേനിൽ മുക്കിയിട്ട് അത് കത്തിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതൊരു ക്രാക്കിംഗ് സൗണ്ട്, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് ഉണ്ടായി. 3ാമത്തെ ഹണി ആഡഡ് വാട്ടർ ഹാഡ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ്. വാട്ടറിൽ ആഡ് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ ഫീൽ ചെയ്തു. ഇനി ക്ലാസ് 2 വെൻ ഹണി വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഇസ് സെഡിമെൻറ്റ് അറ്റ് ദ ബോട്ടം. ഹണി വെള്ളത്തിൽ ആഡ് ചെയ്തപ്പോൾ അത് താഴെ ഇങ്ങനെ ഊറി കിടന്നു, സെഡിമെൻറ്റ് ചെയ്ത് അടിയിൽ ഇങ്ങനെ കിടന്നു. വെൻ പീസ് ഓഫ് കോട്ടൺ ക്ലോത്ത് വാസ് ഡിപ്ഡ് ഇൻ ദ ഹണി ആൻഡ് ബേൺഡ് ഇറ്റ് ബേൺഡ് വെൽ. ഇത് കോട്ടൺ ക്ലോത്തിൽ മുക്കിയിട്ട് കത്തിച്ചപ്പോൾ ഇറ്റ് ബേൺഡ് വെൽ, അത് നന്നായി കത്തി, പൊട്ടിത്തെറി സൗണ്ട് ഒന്നും ഉണ്ടായില്ല. ഹണി ആഡഡ് വാട്ടർ ഹാഡ് നോ ഡിഫറൻറ്റ് ഇൻ ടേസ്റ്റ്.
ഹണി ആഡ് ചെയ്തുകൊണ്ട് വാട്ടറിന് എന്താണ് വാട്ടർ ഹാഡ് നോ ഡിഫറൻസ് ഇൻ ടേസ്റ്റിൽ എന്താണ് വ്യത്യാസമൊന്നും വന്നില്ല. ഹണി ആഡഡ് വാട്ടർ ഹാഡ് നോ ഡിഫറൻസ് ഇൻ ടേസ്റ്റ്. ഇനി എ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഗ്ലാസ് ഹാസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഹണി? ഇതിൽ ബെസ്റ്റ് ക്വാളിറ്റി ഹണി ഏതാണ്? ഗ്ലാസ് 2-ലേതാണ്. ഗ്ലാസ് 2-ലേതാണ്. വൈ? ലിസ്റ്റഡ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ സാധൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കാനാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ക്ലാസ്സിലാണ് ക്വാളിറ്റി ഉള്ളതെന്ന് പറയാൻ കാരണം? നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എഴുതാം അല്ലേ. വെൻ ഹണി വാസ് പവേർഡ് ഇൻ ടു വാട്ടർ ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. എന്താണ്? വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല? വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് പോവില്ല. ഇറ്റ് ഇസ് സെഡിമെന്റ് അറ്റ് ദ ബോട്ടം. അത് എന്ത് ചെയ്യും? അടിയിൽ അടിഞ്ഞുകൂടും. അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. പിന്നെയോ വെൻ എ പീസ് ഓഫ് കോട്ടൺ ക്ലോത്ത് വാട്ട് ഡിപ്ഡ് ഇൻ ഹണി ആൻഡ് ഇത് ബേൺഡ് ഇൻ. എന്താണ്? അത് കോട്ടൺ ക്ലോത്ത് അതിൽ മുക്കിയിട്ട് കത്തിച്ച് കഴിയുമ്പോൾ കത്തും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എന്താണ്? ക്രാക്കിംഗ് സൗണ്ട്. പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊന്നും അതിന് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ എടുത്ത് എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസൈൻ ആൻ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദ അഡൾട്ടറന്റ് ഈസ് ആഡഡ് ടു ടർമറിക് പൗഡർ. എന്താണ്? മഞ്ഞൾപ്പൊടിയിൽ അഡൾട്ടറന്റ് മീൻസ് എന്താണ്? കൃത്രിമ നിറം എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു എക്സ്പെരിമെന്റ് നിങ്ങളോട് ചെയ്യാനാണ്. എന്താ നിങ്ങൾ ചെയ്യുക? ആദ്യം നമുക്ക് എന്തെടുക്കാം? ഒരു ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസ്സിൽ എന്ത് ചെയ്യണം? കുറച്ച് വാട്ടർ ടേക്ക് എ ഗ്ലാസ് എന്താണ് പവേർഡ് ഇൻ ടു എ വാട്ടർ അല്ലേ. എന്നിട്ട് എന്താണ് 1 or 2 സ്പൂൺ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടണം. അതായത് ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഒരു നുള്ള എന്ത് ഇടണം? മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്തെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ ആ നിറം എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങനെ പടർന്ന് വരും അല്ലേ. താഴേക്ക് പടർന്ന് വരും. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യില്ല? താഴേക്ക് പടരില്ല. അതെന്ത് ചെയ്യും? അത് താഴത്ത് വന്ന് ഇങ്ങനെ അടിഞ്ഞ് ഇരിക്കും അല്ലേ. നിറമിളകാതെ മഞ്ഞൾപ്പൊടി മാത്രം താഴേക്ക് അടിയും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പ്രൂവ് ചെയ്യാനുള്ളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യണം? കുറച്ച് വാട്ടർ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം എന്താണ്? കുറച്ച് ആർട്ടിഫിഷ്യൽ കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ കളർ എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങനെ പടർന്നു വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കളർ ഇളകാതെ എന്ത് ചെയ്യും? മഞ്ഞൾപ്പൊടി അതിൻ്റെ അടിയിൽ സെഡിമെൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ. ആഡിങ് സംതിങ് സിമിലർ ടു ഫുഡ് ഐറ്റംസ് ഇസ് ഓൾസോ അഡൾട്രേഷൻ. നമ്മൾ കൃത്രിമത്തിന് വേണ്ടി അഡൾട്രേഷൻ പോലെ വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ഫുഡ് ഐറ്റംസിൽ. റൈറ്റ്. വാട്ട് അതർ തിങ്സ് ആർ ഇൻക്ലൂഡ് ഇൻ അഡൾട്രേഷൻ? വേറെ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് ടേസ്റ്റ് മേക്കറായിട്ട് ഒക്കെ അജിനോമോട്ടോ പോലെയുള്ള സാധനങ്ങൾ ചേർക്കാറുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലേ. പിന്നെ അതിനകത്ത് എന്താണ്? അതിനകത്ത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കലർത്താറുണ്ട് അല്ലേ. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് വസ്തുക്കൾ ചേർക്കാറുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ സ്മെല്ലിന് വേണ്ടിയിട്ട് മറ്റുള്ളത് ചെയ്യാറുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് അജിനോമോട്ടോ പോലെയുള്ള സാധനങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. എക്സാമിൻ ദ ടേബിൾ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ടേബിൾ നോക്കിയിട്ട് അവിടെ ടേബിളിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ്, കളർ ഇൻ ആസിഡ്, കളർ ഇൻ ആൽക്കലി. അപ്പോൾ ABCD എന്ന് പറയുന്നത് എന്തോ ഒബ്ജക്റ്റുകളാണ്. അതിൻ്റെ കളർ ഇൻ ആസിഡ്, കളർ ഇൻ ആൽക്കലി പറഞ്ഞിട്ടുണ്ട്. ദ എബോവ് ABC ആൻഡ് D ആർ യൂസ്ഡ് ആസ് എ ഇൻഡിക്കേറ്റേഴ്സ്. ABCD എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഐഡൻറ്റിഫൈ ദ. അത് എക്സാമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ A എന്ന് പറയുന്നത് എന്താണ്? മീഥൈൽ ഓറഞ്ച് ആണ്. ഏതാണ്? മീഥൈൽ ഓറഞ്ച്. A എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച് ആണ്. B എന്താണ്? കളർലെസ് പിങ്ക്. ആസിഡിൽ കളർലെസ് ആണ്, ആൽക്കലയിൽ പിങ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ B എന്തായിരിക്കും? ഫിനോഫ്തലിൻ. ഏതാണ്? ഫിനോഫ്തലിൻ. അപ്പോൾ A എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച്, B എന്ന് പറയുന്നത് എന്താണ്? ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ. A എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച്, B എന്ന് പറയുന്നത് ഫിനോഫ്തലിൻ. ഇനി C എന്ന് പറയുന്നത് എന്താണ്? C കളറിൻ ആസിഡിൽ എന്താണ്? റെഡ് ആണ്, ആൽക്കലിയിൽ ബ്ലൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അതേതായിരിക്കും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഏതാണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആയിരിക്കും.
ബ്ലൂ ലിറ്റ്മസ് ആണ്. ഇനി ഡിയിൽ നോക്കൂ, ആസിഡിൽ റെഡ്, ആൽക്കലിയിൽ ബ്ലൂ. അതാണെങ്കിലോ റെഡ് ലിറ്റ്മസ്. ആസിഡിൽ റെഡ്, ആൽക്കലിയിൽ ബ്ലൂ, റെഡ് ലിറ്റ്മസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? എ എന്ന് പറഞ്ഞാൽ മീഥൈൽ ഓറഞ്ച് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഫിനോഫ്തലിൻ ആണ്, സി എന്ന് പറയുന്നത് ബ്ലൂ ലിറ്റ്മസ് ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്, ഡി എന്ന് പറയുന്നത് റെഡ് ലിറ്റ്മസ് ആണ്. ഇനി നെയിം 2 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദെയർ കളർ ചേഞ്ച് ഇൻ ആസിഡ് ആൻഡ് ആൽക്കലി. ഇതിൽ എന്താണ് നിങ്ങളോട് 2 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ടർമറിക് അല്ലേ, നമ്മുടെ മഞ്ഞൾ, ടർമറിക് അല്ലേ. മഞ്ഞൾ എങ്ങനെയാണ്? ആസിഡിൽ എന്താണ്? ആസിഡിൽ യെല്ലോ ആണ്, ആൽക്കലിയിൽ എന്തായിരിക്കും? ആൽക്കലിയിൽ റെഡ്. അതുപോലെ വേറെ എന്താണ്? നമ്മുടെ എന്താണ് ഹിബിസ്കസിൻ്റെ ഹിബിസ്കസ് പേപ്പർ അല്ലേ, ഹിബിസ്കസ് പേപ്പർ, അതിൻ്റെ എന്താണ്? ആസിഡിൽ റെഡ്, ആൽക്കലിയിൽ എന്താണ്? എന്താണ് നിറമാറ്റമൊന്നും ഇല്ല, ആൽക്കലിയിൽ നോ ചേഞ്ച് അല്ലേ, നോ കളർ ചേഞ്ച്. ക്ലിയർ ആയോ? അപ്പം നാച്ചുറലായിട്ട് പ്രകൃതിയിൽ നിന്നുള്ളത് ടർമറിക്കും ഹിബിസ്കസ് പേപ്പറുമാണ് നമ്മൾ എഴുതിയത്. ഇനി വിച്ച് ബാക്ടീരിയ ഇസ് പ്രസന്റ് ഇൻ കേർഡ്? കേർഡിൽ കാണുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലാക്ടോബാസിലസ്. ഏതാണ് മക്കളെ? ലാക്ടോബാസിലസ്. ആക്ടിവിറ്റി 4. The message given by the health department related to World Food Day is given below. വേൾഡ് ഫുഡ് ഡേക്ക് എന്താണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജാണ് താഴെ നൽകിയിരിക്കുന്നത്. ഹൈജീനിക്, സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ് ഈസ് ദ റൈറ്റ് ഓഫ് എവറി വൺ. ഹൈജീൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ സെർവിങ് ആൻഡ് ഈറ്റിംഗ് ഫുഡ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈജീനിക്, സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ് ഈസ് റൈറ്റ് ഓഫ് എവറി വൺ. അപ്പോൾ ഹൈജീനെ കുറിച്ചാണ് അല്ലേ, നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫുഡ് സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന ഹൈജീനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി 4 അതർ സജഷൻസ് റിലേറ്റഡ് ടു ഹൈജീൻ. ഹൈജീനുമായി ബന്ധപ്പെട്ട 4 സജഷൻസ് നിങ്ങൾ ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമുക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം ഒന്ന് നോക്കൂ. എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആക്ടിവിറ്റി 4 എ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ എഴുതാം? നമ്മൾ വാഷ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. വാഷ് ഓൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വിത്ത് ക്ലീൻ റണ്ണിങ് വാട്ടർ ബിഫോർ ഈറ്റിംഗ് ഓർ യൂസിങ് ദം. അപ്പോൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാം വാഷ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ എന്തൊക്കെ സജഷൻസ് നിങ്ങൾക്ക് എഴുതാം? നമുക്ക് അതുപോലെ ഫുഡ് പിന്നെന്തൊക്കെയാണ്? ക്രോസ് കണ്ടാമിനേഷൻ അല്ലേ, ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? അതുപോലെ നമ്മൾ പ്യൂർ വാട്ടർ, യൂസ് സേഫ് വാട്ടർ അല്ലേ, നമ്മൾ നല്ല വെള്ളം ഉപയോഗിച്ചല്ലേ, യൂസ് സേഫ് വാട്ടർ ഓർ പ്യൂർ വാട്ടർ. നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. പിന്നെയോ നമ്മൾ കിച്ചൺ മെറ്റീരിയൽസ് ഒക്കെ അല്ലേ, കീപ് ഓൾ കിച്ചൺ സർവീസ് മെറ്റിക്കുലസ്ലി എന്താണ് ക്ലീൻ. നമ്മളെല്ലാം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ എന്തെങ്കിലും 4 അല്ലേ, അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ, യൂസ് സേഫ് വാട്ടർ, പിന്നെ എന്താണ് കീപ് റോ ആൻഡ് കുക്ക്ഡ് ഫുഡ് സെപ്പറേറ്റ് ടു പ്രിവെൻറ്റ് ക്രോസ് കണ്ടാമിനേഷൻ അല്ലേ. റോ ആയിട്ടുള്ളതും കുക്ക് ചെയ്തിരുന്ന ഫുഡ് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാണ്ട് നമ്മൾ ഇത് ചെയ്യണം. പിന്നെ സ്റ്റോർ എന്താണ് പ്രോപ്പർലി അല്ലേ, നമ്മൾ ഇതൊക്കെ അടച്ച് വെച്ചിട്ട് അല്ലേ, സ്റ്റോർ പ്രോപ്പർലി. ഫുഡ് ഐറ്റംസ് എന്താണ് സ്റ്റോർ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹാൻഡിൽ ഫുഡ് പ്രോപ്പർലി, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന 4 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, നെയിം ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രിസർവിങ് മിൽക്ക്. മിൽക്ക് പ്രിസർവ് ചെയ്യുന്നതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പേര് എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പാസ്ചറൈസേഷൻ അല്ലേ, പാസ്ചറൈസേഷൻ
പാസ്ചറൈസേഷനെ കുറിച്ച് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം അല്ലേ. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മിൽക്ക് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം, ചൂടാക്കണം. എന്നിട്ട് എന്താണ് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? പാല് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ ചൂടാക്കി 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ എന്നുള്ളതാണ് എഴുതേണ്ടത്. പിന്നെ സി, വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് ആഡഡ് ടു ഐസ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മെൽറ്റിംഗ് ക്വിക്ക്ലി ആൻഡ് പ്രിസർവ് ഫിഷ്? ഏതാണ് ഉപയോഗിക്കുന്നത്? അമോണിയം ക്ലോറൈഡ്. ഏതാണ് ഉപയോഗിക്കുന്നത്? വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് ആഡഡ് ടു ഐസ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മെൽറ്റിംഗ് ക്വിക്ക്ലി ആൻഡ് പ്രിസർവ് ഫിഷ്? ഫിഷിനെ പ്രിസർവ് ചെയ്യാൻ അമോണിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. Activity 5. The different types of teeth seen in humans are incisors, canine, molar and premolar. അതെ, എന്താണ്? ഹ്യൂമൻ്റെ ടീത്തിൻ്റെ ടൈപ്സ് ആണ് ഏതൊക്കെ? ഇൻസിസേഴ്സ്, കെനൈന്, മോളാർ, പ്രീമോളാർ. വിച്ച് ഓഫ് ദിസ് ടീത്ത് ഇസ് നോട്ട് നീഡഡ് ഫോർ ഹെർബിവോറസ്? ഹെർബിവോറസിൽ ഇതിൽ ആവശ്യമില്ലാത്ത ടീത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കെനൈൻ. ഏതാണ്? കെനൈൻ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ടു ദ ഫുഡ് ഇൻ ടു സ്റ്റൊമക്ക്? സ്റ്റൊമക്കിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫുഡിനുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ഇറ്റ് ടേക്ക് പ്ലേസ് പാർഷ്യലി ഇൻ ദ സ്റ്റൊമക്ക് വെയർ ഫുഡ് റിമൈൻസ് ഫോർ 4 to 5 hours. എന്താണ്? 4 മുതൽ 5 മണിക്കൂർ വരെ. ഇറ്റ് ടേക്ക് പ്ലേസ് പാർഷ്യലി ഇൻ സ്റ്റൊമക്ക് വെയർ ഫുഡ് റിമൈൻസ് 4 to 5 hours ഡ്യൂ ടു ദ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക്ക്. Due to the peristaltic movement of the stomach wall, the food is turned into paste form. Peristaltic movement മൂലം എന്താ ഫുഡ് എന്താ പേസ്റ്റ് ഫോമിലേക്ക് മാറും. Gastric juice produced by glands in the stomach wall facilitate digestion. Stomach wall also produces small amount of hydrochloric acid. This helps in protein digestion and pathogen destruction. എന്താണ് ഇതിൽ പറയുന്നത്? അതായത് ഇതിൽ പറയുന്നത് എന്താണ്? 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഫുഡ് അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ തങ്ങി നിൽക്കും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ ആമാശയ ഭിത്തിയുടെ ചലനം, അതായത് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മൂലം എന്ത് ചെയ്യും? ആഹാരം ഒരു പേസ്റ്റ് രൂപത്തിൽ, ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കും. അപ്പം നിങ്ങൾ എന്തൊക്കെ എഴുതണം? 4 to 5 hours വരെ എന്ത് ചെയ്യും? സ്റ്റൊമക്കിൽ അതിങ്ങനെ തങ്ങി നിൽക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മൂലം, ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആഹാരം എന്ത് രീതിയിലാവും? കുഴമ്പ് രൂപത്തിൽ, പേസ്റ്റ് ഫോമിൽ ആകുന്നു. അതിനുശേഷം ആമാശയ എന്ത് ചെയ്യുന്നു? ദഹനത്തെ സുഗമമാക്കുന്നു. അതിന് ഡൈജഷൻ എളുപ്പമാക്കുന്നു അല്ലേ. അതിനുശേഷം മാംസത്തിന്റെ ദഹനത്തെ സഹായിക്കാനും രോഗാണുക്കളെ നശിപ്പിക്കാനും ആമാശയം ഉൽപ്പാദിപ്പിക്കാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കും. എന്താണ്? അതിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിനെ ഹെൽപ്പ് ചെയ്യും, അത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ C. What are the digestive secretions that mix with the partially digested food in the initial part of the small intestine? Name the digestive gland which produce this secretion. liver secrete ചെയ്യുന്നത് എന്താണ്? liver secrete ചെയ്യുന്നതാണ് എന്ത്? ബൈല്, പിത്തരസം, ബൈല്. പിന്നെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പോൾ ലിവർ, ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ്. ഇതെന്ത് ചെയ്യും? ആർ മിക്സ്ഡ് വിത്ത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദിസ് കംപ്ലീറ്റ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്. അപ്പം ലിവർ, ബൈലും പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 6. The tiffin box of a child was tightly closed with the help of the teacher. The tiffin box was heated and opened. ഒരു കുട്ടിയുടെ ടിഫിൻ ബോക്സ് നല്ല ക്ലോസ് ആയിട്ട് അടഞ്ഞുപോയി അല്ലേ, ടൈറ്റ് ആയിട്ട് അടഞ്ഞുപോയി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചറിൻ്റെ ഹെൽപ്പോടുകൂടി ടിഫിൻ ബോക്സ് ഹീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തു. വിച്ച് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു ഹീറ്റ് ഇൻ സോളിഡ്സ് ഇസ് യൂസ്ഡ് ഹിയർ? സോളിഡ്സിലെ ഹീറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? എന്താണ്? ഹീറ്റ് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? ചില സോളിഡ്സ് എന്ത് ചെയ്യും? വികസിക്കും അല്ലേ. ചിലത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് സങ്കോചിക്കുകയും ചെയ്യും, കോൺട്രാക്ട് ചെയ്യുകയും പിന്നെന്താണ്? ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ.
അതാണ് അവിടെ ഹീറ്റ് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും, സോളിഡ്സ് വികസിക്കുന്നു. അതുപോലെ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അതുപോലെ തന്നെ ചുരുങ്ങുകയും ചെയ്യും. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ സച്ച് സിറ്റുവേഷൻ റിലേറ്റഡ് ടു ഹീറ്റ് ഇൻ ദ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ലിക്വിഡിലെയും ഗ്യാസിലെ ഹീറ്റിന്റെ സ്റ്റേറ്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ടിഫിൻ ബോക്സ്. ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിഫിൻ ബോക്സിൽ സംഭവിച്ച പോലത്തെ ഒരു ഇത് എഴുതാനാണ്. നമുക്കറിയാം എന്താണ് ലാൻഡ് ബ്രീസും പിന്നെ നമ്മുടെ സീ ബ്രീസും അല്ലേ, കരക്കാറ്റും എന്താണ് കടൽക്കാറ്റും ലാൻഡ് ബ്രീസും എന്താണ് സീ ബ്രീസും എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഈ ഹീറ്റിൻ്റെ ഒരു ഇങ്ങനെ റിലീസ് ആവുന്നതിന് ഒരു എക്സാമ്പിളാണ് അല്ലേ. അപ്പോൾ ഈ കരക്കാറ്റും കടൽക്കാറ്റും നമ്മുടെ വാതകങ്ങളുടെ എന്താണ് താപീയ വികാസമാണ്. പിന്നെന്താണ് മെർക്കുറി എന്ന ലിക്വിഡ് വികസിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വൈ വാസ് ദ ഓൺലി ദ ലിഡ് ഹീറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എൻറ്റയർ ടിഫിൻ ബോക്സ്. എന്തുകൊണ്ടായിരിക്കും ലിഡ് മാത്രം, അതായത് അതിൻ്റെ മൂടി മാത്രം, അടപ്പ് മാത്രം ചൂടാക്കുമ്പോൾ അത് മാത്രം എന്തിനായിരിക്കും, വൈ വാസ് ഓൺലി ദ ലിഡ് ഹീറ്റഡ്, ലിഡ് മാത്രം ഹീറ്റ് ചെയ്യുന്നത് എന്തിനാണ് പാത്രത്തിന്റെ അടുപ്പ് ചൂടാകുമ്പോഴാണ് അത് മാത്രം വികസിക്കുകയും പെട്ടെന്ന് തന്നെ തുറക്കാനും കഴിയുന്നത്. എന്നാൽ പാത്രം മൊത്തത്തിൽ ചൂടാക്കിയാൽ അടപ്പിനൊപ്പം പാത്രവും എന്ത് ചെയ്യും, വികസിക്കുകയും അപ്പൊ രണ്ടും എന്ത് ചെയ്യും, ഒരുപോലെ വരും അല്ലെ, തുറക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പൊ അടുപ്പ് മാത്രം നമ്മൾ ചൂടാക്കുന്നതിന് കാരണം എന്താണ്, അടുപ്പ് മാത്രം വികസിക്കുകയും അടുപ്പ് പെട്ടെന്ന് തന്നെ തുറന്നു വരാനും വേണ്ടിയിട്ടാണ് അടുപ്പ് മാത്രം ചൂടാക്കുന്നത്. പാത്രവും ഒപ്പം ചൂടാക്കിയ പാത്രവും അതിനനുസരിച്ച് വികസിക്കുകയും അടുപ്പിനൊപ്പം വികസിക്കുകയും അത് അതിനെ ടൈറ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അടുപ്പ് മാത്രം ചെയ്യുന്നതിന് കാരണം അടുപ്പ് മാത്രം വികസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോളിഡ്സിലെ ഈ താപീയ വികാസമാണ് ഇതിന് എന്താണ് കാരണമായിട്ട് പറയുന്നത്. ആക്ടിവിറ്റി 7 ഇതവിടെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് നോക്കിയിട്ട് ഇത് എന്താണ്, ഹാവ് യു എക്സാമിൻ ദ പിക്ചേഴ്സ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് ഓർഗാൻസ് റിലേറ്റഡ് ടു എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഫങ്ഷൻസും നെയിം ഓഫ് ദി ഓർഗനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കിഡ്നി എന്താണ്, യൂറിൻ അല്ലേ, ഫോർമേഷൻ റിലേറ്റഡ് എന്താണ്, യൂറിനാണ്. ഫങ്ഷൻ റിലേറ്റഡ് ടു എക്സ്ക്രീഷൻ ഏതാണ്, യൂറിനാണ് കിഡ്നി. അടുത്തത് ഏതാണ്, സ്കിൻ എന്താണ്, സ്വെറ്റ് അല്ലേ. അടുത്തത് ലങ്സ് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എക്സ്ക്രീഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന അല്ലേ, ഫങ്ഷൻ റിലേറ്റഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തത് ലിവർ ഏതാണ്, ലിവർ യൂറിയ. അപ്പൊ ഏതൊക്കെയാണ്, കിഡ്നി, യൂറിൻ, സ്കിന്ന്, സ്വെറ്റ്, ലങ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, ലിവർ, യൂറിയ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് കിഡ്നിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ്, അവോയ്ഡ് മോർ സോൾട്ട് അല്ലേ, ഒരുപാട് ഉപ്പ്, അവോയ്ഡ് മോർ യൂസ് ഓഫ് സോൾട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. പിന്നെ എന്താണ്, അവോയ്ഡ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഒക്കെ അല്ലേ, അവോയ്ഡ് സ്മോക്കിംഗ് പുക വലിക്കുന്നത്, പിന്നെന്താണ് ഡ്രിങ്കിങ് മദ്യം കഴിക്കുന്നത് അല്ലേ, ഡ്രിങ്കിങ്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, അവോയ്ഡ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കൃത്രിമ പാനീയങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ അഡൽട്രേഷൻ മുമ്പ് പറഞ്ഞല്ലോ, കൃത്രിമമായ ഫുഡ് ടേസ്റ്റ് മേക്കേഴ്സ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ കിഡ്നി ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പം അവോയ്ഡ് മോർ യൂസ് ഓഫ് സോൾട്ട്, ഒരുപാട് സോൾട്ട് യൂസ് ചെയ്യുന്നത് ടു റെഡ്യൂസ് യൂസ് ഓഫ് സോൾട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ എന്താണ്, അവോയ്ഡ് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എക്സെട്ര. പിന്നെ അവോയ്ഡ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കൃത്രിമ പാനീയങ്ങൾ ഉപയോഗം കുറയ്ക്കുക. പുകവലി, മദ്യപാനമൊക്കെ ഒഴിവാക്കുക. ഉപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാക്കുക. പിന്നെന്താണ്, ഡ്രിങ്ക് മോർ വാട്ടർ, എന്താണ്, കൂടുതൽ വെള്ളം കുടിക്കുക. ഡ്രിങ്ക് മോർ വാട്ടർ, വെള്ളം ഒരുപാട് കുടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി വിച്ച് ഓർഗൻ സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗൻ സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്, എന്താണ് ഓർഗൻ സിസ്റ്റത്തിന്റെ പേര്, നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യവസ്ഥ. നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ എന്നാണ് അതിൻ്റെ
ഓർഗൻ സിസ്റ്റത്തിൻ്റെ പേര്. ഇനി 8th question, when the half part of the moon on which sunlight falls is visible from the earth, which among the following can be seen to us? എന്താ പറഞ്ഞിരിക്കുന്നത്? when the half part of the moon on which sunlight falls is visible from the earth. അല്ലേ, എർത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഒരു പാർട്ടിൽ when the half part of the moon which sunlight falls in visible from the earth, which among the following can be seen to us? നമ്മൾ എന്താ കാണുന്നത്? ആ സമയത്ത് എന്താ കാണുന്നത്? the day will be full moon day, the day will have a half moon during sunset, the day will be new moon day, a small crescent will be visible on that day. എന്തായിരിക്കും? the day എന്തായിരിക്കും? the day will have a half moon during ഡ്യൂറിങ് സൺസെറ്റ് അല്ലേ, സൺസെറ്റിൻ്റെ സമയത്ത്, സൂര്യാസ്തമയ സമയത്ത് അതെന്തായിരിക്കും? ഹാഫ് മൂൺ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഹാഫ് പാർട്ടിലാണ് വരുന്നത് അല്ലേ. വെൻ ദ ഹാഫ് പാർട്ട് ഓഫ് ദി മൂൺ, മൂണിൻ്റെ ഹാഫ് പാർട്ടിൽ സൺലൈറ്റ് വയ്ക്കുമ്പോൾ വിസിബിൾ ഫ്രം ദ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പാർട്ടിൽ മാത്രമല്ലേ നമുക്ക് എന്ത് കാണുന്നത്? ലൈറ്റ് കാണും. വിച്ച് എമംഗ് ദീസ് ഫോളോയിങ്, ഇത് കാണുന്നത് ഏതാ ദിവസമാണ്? ഹാഫ് മൂണിലാണ്. ദ ഡേ വിൽ ഹാവ് ഹാഫ് മൂൺ ഡ്യൂറിങ് സൺസെറ്റ്, സൺസെറ്റിൻ്റെ സമയത്ത്, അതായത് സൂര്യാസ്തമയ സമയത്ത് ഹാഫ് മൂൺ ആയിരിക്കും, അർദ്ധ ചന്ദ്രനായിരിക്കും. റൈറ്റ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വാണിംഗ് ഓഫ് ദ മൂൺ, മൂണിൻ്റെ വാക്സിങ്ങിനും വാണിങ്ങിനും, അതായത് വൃത്തിക്ഷയത്തിന് കാരണമാവുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് എ ഡിഫറൻസ് ഇൻ വ്യൂവിങ് ദ ഇലൂമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻസ് ഓഫ് ദ മൂൺ ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. എന്താണ്? ഇറ്റ്സ് എ ഡിഫറൻസ് ഇൻ വ്യൂവിങ് ഇലൂമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻസ് ഓഫ് ദ മൂൺ ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അതെന്തായിരിക്കും? ആ ചന്ദ്രൻ്റെ എന്താണ് പരിക്രമണത്തിൻ്റെ ഫലമായിട്ട് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് എന്തുണ്ടാവുന്നത്? വാക്സിങ്ങും വാനിങ്ങും ഉണ്ടാവുന്നത്. ഇസ് ദ ഡിഫറൻസ് ഇൻ വ്യൂവിങ് ദ ഇലൂമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻസ് ഓഫ് ദി മൂൺ ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ഇനി ഓൺലി വൺ സൈഡ് ഓഫ് ദി മൂൺ ഈസ് സീൻ ഫേസിങ് ദ എർത്ത്. വൈ? എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ റൊട്ടേഷനും റെവല്യൂഷനും അതായത് ഭ്രമണവും പരിക്രമണവും എന്താണ് ഒരേ സമയം നടക്കുന്നതിനാണ്. റൊട്ടേഷനും റെവല്യൂഷനും ഒരേ ടൈം നടക്കുന്നതിനാലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ ഫേസ് ചെയ്യുന്നത്. വൺ സൈഡ് ഓഫ് ദി മൂൺ ഈസ് സീൻ ഫേസിങ് ദ എർത്ത്. റൊട്ടേഷനും റെവല്യൂഷനും എന്താണ്? പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നതിനാലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.